നമുക്ക് നല്ലൊരു പഴനുറുക്ക് ഉണ്ടാക്കിയാലും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അടിപൊളി പഴനുറുക്കുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കാതിരിക്കുക, ഈ ഒരു രീതിയിലേക്കുള്ളത് എടുത്താൽ മതി കേട്ടോ. ചിലർ പഴനുറുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലവണ്ണം പൊടിയായി അരിയും, അതല്ലാതെ പിന്നെ കുറച്ച് വലിയ നീളത്തിലും അരിയാറുണ്ട് കേട്ടോ, കുറച്ചുകൂടി വലുതാക്കി. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് മുഴുവൻ. അപ്പോൾ അങ്ങനെ ഞാൻ പഴം കംപ്ലീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പഴം കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ പഴം ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. നമുക്കത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പഴം വേവാനായിട്ട് 1/2 കപ്പ് മതിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി 1/2 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് തട്ട് വെച്ച് അടച്ച് കൊടുക്കാം കേട്ടോ. അതൊന്ന് വേവട്ടെ, തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് അടച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു മൂടി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് ചിരവി എടുത്തിട്ട് വരാം. ഇത്രയും മതി കേട്ടോ, കൂടുതലൊന്നുമില്ല, ഈ ഒരു അളവിലാണ്. തേങ്ങ ഓപ്ഷനിലാണ്, വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ആയോ നമുക്ക് നോക്കാം. ഞാനൊന്ന് നോക്കുകയാണ്. പഴം കുറച്ചുകൂടി ആവാനുണ്ട് കേട്ടോ. വെള്ളം കുറച്ചുകൂടി ഒന്ന് ആവുമ്പോഴേക്ക് തന്നെ നമ്മുടെ പഴവും നന്നായി കുക്കാവും കേട്ടോ. ഒരു വശം മാത്രം ആയ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്താൽ ആയിട്ടുണ്ട്. കുറച്ചൊരു നേരത്തും കൂടി നമുക്കൊന്ന് അടച്ചിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ പഴം വേവിക്കാനായിട്ട് വെച്ചിട്ട് ആകെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ബെല്ലത്തിൻ്റെ സിറപ്പ് ഒരു 125 ഗ്രാം അളവിൽ ഞാനൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 കട്ട വെല്ലം കേട്ടോ. ഞാൻ അളവ് പറയുകയാണെങ്കിൽ ഒരു 1.5 കട്ട വെല്ലത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് എത്രയാണ് അങ്ങനെ ചേർക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ബെല്ലത്തിൻ്റെ ഇതിൽ കിടന്നിട്ട് നമ്മുടെ പഴം ഒന്നുകൂടി കുക്കാവണം കേട്ടോ. നമ്മുടെ മധുരമൊക്കെ നന്നായിട്ട് ഇതിൽ പഴത്തിൽ പിടിക്കണം. പിന്നെ ഇതിലോട്ട് ഞാൻ തേങ്ങ ചിരവി വെച്ചതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ തികച്ചും ഓപ്ഷനിലാണ്. അതേപോലെ തന്നെ ഞാൻ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായുടെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കൂടുതൽ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നത് കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട്. അതും കൂടി ചേർക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ മണം അടിച്ചിട്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ മധുരം കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നല്ല മധുരം ഉണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ നമ്മുടെ വെല്ലത്തിൻ്റെ കളറിൻ്റെ ആവാമത് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ പഴവും തേങ്ങയും എല്ലാം കൂടി നമ്മുടെ ബെല്ലത്തിൻ്റെ ഇതിൽ കിടന്നിട്ട് നീരാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് അതിൽ കിടന്നാവട്ടെ. നമ്മുടെ ബെല്ലം എല്ലാം തന്നെ നമ്മുടെ പഴത്തിൽ പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പഴനുറുക്ക് ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ പഴനുറുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.